لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق ഏറെ സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷ്മതയോടെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നും തഖ്വയുള്ളവരായി മാറണമെന്നും എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസത്തിലെ ഏറെ പ്രധാനപ്പെട്ട ഒരുപാട് ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ. ശേഷം ഇന്നൊരു വെള്ളിയാഴ്ചയും നമുക്കിങ്ങനെ സന്തോഷത്തോടു കൂടി ഒത്തുകൂടാൻ സാധിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ദുൽഹിജ്ജയുടെ 1 മുതൽ 10 വരെയുള്ള രാവും പകലുകളുമൊക്കെ ഏറെ പുണ്യമാക്കപ്പെട്ട ഒരുപാട് നന്മകൾ പ്രവർത്തിക്കാൻ നമുക്ക് സാധിച്ചു. അറഫയുടെ നോമ്പെടുക്കാൻ നമുക്ക് സാധിച്ചു. ബലിപെരുന്നാളിന് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചു. വലിയ കർമ്മങ്ങളിലൊക്കെ നമുക്ക് പങ്കാളികളാൻ കഴിഞ്ഞു. ഇനി അയ്യാമുത്ത ശിരിക്കിൻ്റെ ദിവസങ്ങളിലാണ് നമ്മളുള്ളത്. ധാരാളമായി തക്ബീറുകൾ വർദ്ധിപ്പിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും ഒക്കെ ചെയ്യേണ്ട സന്ദർഭങ്ങളാണ്. ലക്ഷങ്ങളൊത്തുകൂടിയ ഒരു ഹജ്ജ് ആ ഒരു കാലത്തും നമുക്ക് ജീവിക്കാൻ സാധിച്ചു, അതിന് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചു എന്നതുമൊക്കെ അള്ളാഹുവിനെ സ്തുതി അർപ്പിക്കേണ്ട വലിയൊരു കാര്യമാണ്. അൽഹംദുലില്ലാഹ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു അധ്യയന വർഷത്തെ വരവേൽക്കാൻ വേണ്ടി നാടും നഗരവുമൊക്കെ ഒരുങ്ങി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ കുട്ടികളൊക്കെ 2 മാസക്കാലത്തെ അവധി ആസ്വദിക്കുകയും അവധിയുടെ ഒരു റിലാക്സ് മൂഡിൽ നിന്ന് വിജ്ഞാനം സമ്പാദിക്കാനുള്ള വളരെ സീരിയസ് ആയ ഒരു മൂഡിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മുടെ മക്കൾ മദ്രസയിലും അതുപോലെ തന്നെ സ്കൂളുകളിലുമൊക്കെയായി പലവിധ പരീക്ഷകളിൽ നല്ല റിസൾട്ട് വന്നതിൻ്റെ സന്തോഷത്തിലാണ്. എല്ലാവർക്കും ആശംസകൾ നേരുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജ്ഞാനത്തിൻ്റെ വഴിയിൽ ധാരാളമായി മുന്നോട്ട് പോകാനും നല്ല വിജയം തുടർന്നും ലഭിക്കാനുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പഠനത്തിൽ വന്നുപോയ പോസിറ്റീവായ കാര്യങ്ങളൊക്കെ
നമ്മൾ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുകയും എന്നാൽ ചിലർക്കൊക്കെ പല വിധത്തിലുള്ള പാകപ്പിഴവുകളും പോരായ്മകളുമൊക്കെ പഠനത്തിലോ ജീവിതത്തിലോ ഒക്കെ സംഭവിക്കും, സ്വാഭാവികമാണ്. അതൊക്കെ പരിഹരിച്ചും വിലയിരുത്തിയുമൊക്കെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകേണ്ട സന്ദർഭമാണ് ഇപ്പോൾ ഉള്ളത്. ഏതെങ്കിലും ഒരു പരീക്ഷയിൽ ജയിച്ചു എന്നതുകൊണ്ടോ തോറ്റു എന്നതുകൊണ്ടോ നാം അമിതമായി സന്തോഷിക്കുകയോ അതിയായി ദുഃഖിക്കുകയോ സങ്കടപ്പെടുകയോ ചെയ്യേണ്ടതില്ല. വിജയികളായവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വിജയങ്ങളിലേക്കുള്ള കഠിനാധ്വാനത്തിൻ്റെ വഴികളെപ്പറ്റിയാണ് അവർ ഇനി അന്വേഷിക്കേണ്ടത്. ചുവടുകൾ പിഴച്ചുപോയ പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം പറ്റിപ്പോയ പോരായ്മകൾ തിരുത്തി കൂടുതൽ സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ നമുക്ക് വിജയം കൈവരിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ചിലരൊക്കെ കേവലമായി എഴുത്ത് പരീക്ഷകളിൽ അതിൽ മാത്രം A+ വാങ്ങി ജീവിതത്തിൽ തോറ്റുപോകുന്ന മനുഷ്യരെ കാണാൻ കഴിയും. ചില ആളുകളുണ്ട് എഴുത്തു പരീക്ഷയിലൊന്നും ചിലപ്പോൾ A+ ഒന്നും കിട്ടിയില്ല എന്ന് വരും, പക്ഷേ ജീവിത പരീക്ഷകളിൽ പലപ്പോഴും അവർ മികച്ചു നിൽക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലും നാളെ പരലോകത്തും A+ വിജയം കിട്ടുന്നവനാണ് വിജയിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സൃഷ്ടിപ്പിന്റെ പൂർണ്ണതയ്ക്ക് അറിവ് നേടുക എന്നതും വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കുക, വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഭാഗമാവുക എന്നതൊക്കെ അനിവാര്യമായ ഘടകമാണ്. നമ്മുടെ ആകൃതിയും രൂപവും നമ്മുടെ ഭംഗിയും നമ്മുടെ ലുക്കും ചേലും കോലവും ഒക്കെ കൊണ്ട് മാത്രം ചിലപ്പോൾ നമുക്ക് നല്ല മനുഷ്യനാകാൻ കഴിഞ്ഞോളണമെന്നില്ല. നല്ല ലുക്ക് ഉണ്ടാവും ചിലപ്പോൾ, പക്ഷെ സ്വഭാവം കൊണ്ട് വളരെ മോശമായിരിക്കും. ദീനിയായ കാര്യങ്ങളൊന്നും ജീവിതത്തിൽ പാലിക്കുകയോ പകർത്തുകയോ ചെയ്യാത്ത കാഴ്ചയിലൊക്കെ നല്ല ഭംഗിയുള്ള മനുഷ്യരുണ്ടാവും. യഥാർത്ഥത്തിൽ അയാൾ നാളെ പരലോകത്ത് വിജയിക്കുന്നില്ലല്ലോ. ഇവിടെ ചിലപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ സൗന്ദര്യവും അദ്ദേഹത്തിന്റെ ആ ഒരു രീതിയൊക്കെ ചിലപ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും, പക്ഷേ പരലോകത്തേക്ക് ആവശ്യമായ യഥാർത്ഥ ഒരു മനുഷ്യനാവുക എന്ന വിദ്യാഭ്യാസം ജീവിതത്തിൽ അയാൾ നേടേണ്ടതുണ്ട്. മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റു ജീവികളെ പോലെയല്ല, പലതും നമ്മൾ ആർജിച്ചെടുക്കണം, പലതും അന്വേഷിച്ച് കണ്ടെത്തണം, ചിലതൊക്കെ നമ്മൾ പ്രാക്ടിക്കലായി പരിശീലിക്കണം. എങ്കിലേ നമുക്ക് സ്കില്ലുകൾ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുകയുള്ളൂ. ചില ജീവികൾക്കൊക്കെ ജന്മന അല്ലാഹു തആല അത്തരത്തിലുള്ള ജന്മവാസനകൾ കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ആർജിച്ചെടുക്കേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ജീവിതം അങ്ങനെ തന്നെയാണ്. പുതിയൊരു കാര്യം കണ്ടെത്താൻ അവർക്ക് പ്രായോഗികമായി ഒന്നും ചെയ്യാനുണ്ടാവില്ല. പുതിയൊരു കാലം മാറുന്നതിനനുസരിച്ച് പുതിയ പുതിയ പരിഷ്കാരങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അവരെന്നും കഴിച്ചത് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നു, കിടന്നുറങ്ങുന്നിടത്ത് തന്നെ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്നു. പുതിയ രീതികളും ഭാവങ്ങളൊന്നും അവരുടെ ജീവിതത്തിൽ ആവശ്യമുണ്ടാവില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിലതൊക്കെ ആർജിച്ചെടുക്കണം. ഭൗതിക വിദ്യാഭ്യാസം സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് വികസിപ്പിച്ചെടുക്കുന്നതാണ് ഭൗതിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അത് കാലങ്ങൾ പുരോഗമിക്കും തോറും പുതിയ പുതിയ അറിവുകൾ വരും, പുതിയ പുതിയ ശാസ്ത്രശാഖകൾ വികസിപ്പിക്കപ്പെടും, പുതിയ പുതിയ കഴിവുകളിലൂടെ വികസിപ്പിച്ചെടുക്കുന്ന കാര്യങ്ങളുണ്ടാകും, പുതിയ ബിസിനസ്സുകൾ രൂപപ്പെടും, പുതിയ പുതിയ കലകളും ആവിഷ്കാരങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ പുതിയ പുതിയ തൊഴിലുകളിലേക്കൊക്കെ അന്വേഷിച്ച് കണ്ടെത്താനുള്ള സാഹചര്യങ്ങൾ രൂപപ്പെടും. ഇത് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ കണ്ടെത്തുന്നു, പരിശീലിക്കുന്നു, വികസിപ്പിച്ചെടുക്കുന്നു, പുതിയതിലേക്കുള്ള നമ്മുടെ ചുവടുകൾ വെക്കുന്നു എന്നതൊക്കെ പറയുന്നത്. പക്ഷെ മതവിദ്യാഭ്യാസം, മതത്തിന്റെ അറിവ് എന്ന് പറയുന്നത് കണ്ടുപിടുത്തമല്ല. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. കണ്ടുപിടിക്കേണ്ട ഒരു സംഗതിയല്ല മതപരമായ അറിവ് എന്ന് പറയുന്നത്. രാജാതിരാജനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ ജീവിതത്തിൽ വിജയിക്കാനും മുന്നോട്ട് പോകാനും നാളെ പരലോകത്ത് വിജയിക്കാനും വേണ്ടി പ്രവാചകന്മാരിലൂടെ നമുക്ക് പകർന്നു നൽകിയ അറിവാണ് മതപരമായ അറിവ് എന്ന് പറയുന്നത്. അത് കൂടുതൽ പരിഷ്കരിക്കേണ്ടതുണ്ടാവില്ല. അതിൽ കുറേ കാര്യങ്ങൾ വിശ്വാസ കാര്യങ്ങളാവും, കുറേ കാര്യങ്ങൾ കർമ്മകാര്യങ്ങളാവും, കുറേ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ അങ്ങനെ തന്നെ ജീവിതത്തിൽ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളാവും. അതുകൊണ്ട് ആ കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവില്ല. അതാണ് മതപരമായ കാര്യം എന്ന് പറയുന്നത്. രണ്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം മതപരമെന്ന് വിശേഷിപ്പിച്ച കാര്യങ്ങളാവട്ടെ ഭൗതികമായി വിശേഷിപ്പിച്ച കാര്യങ്ങളാവട്ടെ നമ്മൾ അന്വേഷിച്ച് പഠിച്ച് കൃത്യമായി മനസ്സിലാക്കി അതിൻ്റെതായ പ്രമാണങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നത് വിജ്ഞാനം ആർജിക്കുന്നിടത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പരിശുദ്ധ ഖുർആൻ ആദ്യമായി അവതരിച്ച വചനം തന്നെ വായനയെ പ്രോത്സാഹിപ്പിച്ചാണ്.
എഴുത്തിന്റെ കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തിയാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ചവനായ പടച്ച റബ്ബിന്റെ നാമത്തിൽ നീ വായിക്കുക, അറിവന്വേഷിക്കുക, പഠിക്കുക, കൂടുതൽ പഠിച്ചുകൊണ്ടേയിരിക്കുക എന്നത് പരിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന മാർഗനിർദ്ദേശമാണ്. ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ റബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം. ഖലമിനെ കുറിച്ചാണ് പിന്നീട് പറയുന്നത്, പേനയെ കുറിച്ചാണ്, എഴുത്തിനെ കുറിച്ചാണ്, വികസിക്കുന്ന വിജ്ഞാന ശാഖകളെ കുറിച്ചാണ് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലമൽ ഇൻസാന മാ ലം യഅലം, എത്രയെത്ര വിജ്ഞാനങ്ങളാണ് അള്ളാഹു മനുഷ്യർക്ക് പകർന്നു നൽകിയിട്ടുള്ളത്. അറിവില്ലാത്ത പല കാര്യങ്ങളും ആർജിച്ചെടുത്ത് പഠിക്കാനുള്ള കഴിവും അള്ളാഹു തആല പ്രദാനം ചെയ്തിട്ടുണ്ട് എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വായനയുടെ, എഴുത്തിന്റെ, പഠനത്തിന്റെ, അന്വേഷണത്തിന്റെ, ഗവേഷണങ്ങളുടെ സാധ്യതകളെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കണമെന്നാണ് മനുഷ്യരായ നമ്മളോട് അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നത്. കേവലം ഇങ്ങനെ വെറുതെ വിശ്വസിച്ചു പോകാനല്ല ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്, ആഴത്തിൽ പഠിക്കാനാണ്, മനസ്സിലാക്കി പഠിക്കാനാണ്, അറിവുകളിൽ നിന്ന് തിരിച്ചറിവ് നേടാനാണ് ഇസ്ലാം നമ്മളോട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയെ പറ്റി പറഞ്ഞത് കേവലം വിശ്വസിക്കാനല്ല, കേവലം ചൊല്ലിപ്പറയാനല്ല, ഫഅലം എന്നാണ് ഓർമ്മിപ്പിച്ചത്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹായി മറ്റൊന്നിനും അവകാശമില്ല എന്ന് തീർത്തും നീ അറിഞ്ഞു പഠിച്ച് മനസ്സിലാക്കണമെന്നാണ് അല്ലാഹു തആല ഖുർആനിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ കേവലം വിശ്വസിച്ചാൽ മതി എന്നല്ല പറഞ്ഞത്, ആഴത്തിൽ അതിനെപ്പറ്റി അന്വേഷിച്ച് ഹൃദയത്തിൽ അതിനെ ബോധ്യപ്പെടുന്ന രീതിയിൽ അറിവുകളെ നീ ആർജിച്ചെടുക്കുക എന്ന് നമ്മളോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. നോക്കൂ, ഒന്ന് ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കി നമ്മൾ ആചരിച്ച് പോകേണ്ട അറിവുകളെ കുറിച്ചാണ്. മറ്റൊന്ന്, ചില അറിവുകളുണ്ട്, അത് നമ്മുടെ കൾച്ചറുമായി ബന്ധപ്പെട്ടതാണ്, അദബുമായി ബന്ധപ്പെട്ടതാണ്, പെരുമാറ്റ മര്യാദകളുമായി ബന്ധപ്പെട്ടതാണ്, അഖ്ലാഖുമായി ബന്ധപ്പെട്ടതാണ്, സ്വഭാവ രൂപീകരണത്തിന് ആവശ്യമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഈ രണ്ടും നമ്മൾ ആർജിച്ചെടുക്കാനാണ് ദീൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ ഇദാ ഖീല ലക്കും തഫസ്സഹു ഫിൽ മജാലിസി, നിങ്ങളുടെ ഇരിക്കുന്നിടങ്ങളിലേക്ക് ആളുകൾ കടന്നു വരുമ്പോ അവിടെ നിങ്ങൾ വിശാലമാക്കി കൊടുക്കുക. ചില ആളുകൾ ഉണ്ടാവും, ചില സദസ്സിലോ നമുക്ക് കിട്ടിയ കസേരയിലോ ഒക്കെ ആളുകൾ വരുന്നു, തിക്കും തിരക്കുണ്ടാവുന്നു, സൗകര്യം ചെയ്യേണ്ട അനിവാര്യതയെ കുറിച്ച് മനസ്സിലാകുന്നു. പക്ഷെ എന്നാലും ചിലപ്പോൾ നമ്മൾ എനിക്ക് കിട്ടിയ സീറ്റും എന്റെ കസേരയും എന്റെ സ്പേസും ഞാൻ നേരത്തെ വന്ന് സൗകര്യപ്പെടുത്തിയല്ലേ എന്ന നിലക്ക് നമ്മൾ അവിടെ അങ്ങനെ തന്നെ ഇരിക്കും. പക്ഷെ ദീൻ പഠിപ്പിച്ചത് തഫസ്സഹു എന്നാണ്. അത്തരം ഒരു സാഹചര്യം വന്നാൽ നിങ്ങൾ അവിടെ രണ്ടാക്കിയിരിക്കാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ മൂന്നാളുകൾക്ക് സൗകര്യം ചെയ്യുക, മൂന്നാളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യമാണെങ്കിൽ നാലാളുകൾക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കുക എന്നത് അതൊരു കൾച്ചറാണ്. ആ സാഹചര്യങ്ങളെ, സാമൂഹ്യപരമായ ഘടനയെ മനസ്സിലാക്കി നമ്മളിൽ ആർജിച്ചെടുക്കേണ്ട, നമ്മൾ ബോധപൂർവം ചെയ്യേണ്ട ചില ഇൽമാണത്. അത് നമുക്ക് ഉണ്ടാകണം എന്നാണ് ഒരു മുഅ്മിനെ പറ്റി അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ശേഷം അള്ളാഹു തആല പറയുന്നുണ്ട്, ഫഫ്സഹു യഫ്സഹില്ലാഹു ലക്കും, നിങ്ങൾ വിശാലമാക്കി കൊടുക്കുക. എവിടെയും കുടിസാക്കാനല്ല, ആളുകളെ അടങ്ങാറാക്കല്ല, ആളുകൾക്ക് എളുപ്പമായ വഴികളെ പറ്റി ആലോചിക്കുകയും സൗകര്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചാണ് ദീൻ പറയുന്നത്. അതാണ് മുഅ്മിനിന്റെ നല്ല ലക്ഷണം എന്ന് പറയുന്നത്. അവർക്ക് അള്ളാഹു എന്താ ചെയ്തു കൊടുക്കുക? യഫ്സഹില്ലാഹു ലക്കും, അവർക്ക് അള്ളാഹു അവരുടെ കാര്യങ്ങളിൽ വിശാലത നൽകുമെന്ന് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വൈദാ ഖീല ഇൻശുസു ഫൻശിസു, ചില ആളുകൾ ഉണ്ടാവും, ചില ആളുകൾക്ക് പ്രത്യേകമായ പദവികൾ കൊടുത്തിട്ടുണ്ടാവും, ചില അംഗീകാരങ്ങൾ ഉണ്ടാകും, ചിലർക്ക് ചില കസേരയിൽ നമ്മൾ ഇരുത്തേണ്ടി വരും. അത്തരത്തിലുള്ള പദവികളും അംഗീകാരങ്ങളും ഒക്കെ നാട്ടിലുള്ള ആളുകൾ ഉണ്ടാകും. അവരുടെ കസേരയിൽ കയറി ഇരിക്കാൻ പാടില്ല. ഒരാളങ്ങനെ ഇരുന്നു എന്ന് വിചാരിക്കുക. ചിലർ ബന്ധപ്പെട്ടവർ നിങ്ങൾ അവിടെ നിന്ന് മാറിക്കൊടുക്കൂ, ഒന്നും എഴുന്നേറ്റ് മറ്റൊരിടത്തേക്ക് മാറിക്കൊടുക്കൂ എന്നൊക്കെ സാമൂഹികമായ സാഹചര്യങ്ങളെ ബന്ധപ്പെട്ട് നിങ്ങളോട് പറഞ്ഞു എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളോട് അങ്ങനെ എഴുന്നേറ്റ് മാറിക്കൊടുക്കണമെന്ന് കൽപ്പിക്കപ്പെട്ടാൽ നിങ്ങൾ അതനുസരിക്കുകയാണ് ചെയ്യേണ്ടത്. അവിടെ തർക്കുത്തരം പറയുകയോ മറ്റുള്ള പിന്നെ പ്രയാസങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുകയല്ല ചെയ്യേണ്ടത് എന്ന് ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുകയാണ്. ശേഷം അല്ലാഹു പഠിപ്പിക്കുന്നു, അള്ളാഹുവിൽ നിന്ന് ഈമാൻ ഉൾക്കൊണ്ട മനുഷ്യരുടെ ദർജ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. വല്ലദീന ഊത്തുൽ ഇൽമ ദർജാത്ത്, അതുപോലെ തന്നെ അറിവ്, ഈ പ്രായോഗിക അറിവിനെ കുറിച്ച്, ദീനിന്റെ അറിവിനെ കുറിച്ചൊക്കെ ബോധ്യമുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല അവരുടെ പദവികൾ ഉയർത്തിക്കൊടുക്കുമെന്ന് ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പൊ സൂചിപ്പിച്ചത് ഈ മതപരമായ അറിവ് അല്ലാഹു പഠിപ്പിച്ച പ്രമാണങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കണം. ഭൗതികമായ കാര്യങ്ങൾ, വിദ്യാഭ്യാസം, വിജ്ഞാന ശാഖകൾ അത് നമ്മൾ ആർജിച്ചെടുക്കണം. സാമൂഹ്യപരമായ മര്യാദകൾ, അദബുകൾ, അഖ്ലാഖ്
അഖ്ലാഖ്, സ്വഭാവ വിശേഷങ്ങളെ നമ്മൾ ആർജിച്ച് മനസ്സിലാക്കി സമൂഹത്തിന്റെ ഘടനക്കനുസരിച്ച് പെരുമാറി നമ്മൾ ആളുകൾക്കിടയിൽ ജീവിക്കേണ്ട അനിവാര്യതയെക്കുറിച്ചാണ് വിദ്യാഭ്യാസം, വിജ്ഞാനം എന്നതുകൊണ്ടൊക്കെ ദീൻ മുന്നോട്ട് വെക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിവിന്റെ മേഖലയിൽ നമ്മൾ പ്രവേശിച്ചാൽ എന്താണ് അതിന്റെ പ്രത്യേകത? ഒരു ഖുർആൻ പഠിക്കുന്നു, ഹദീസ് പഠിക്കുന്നു, ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നു, ഭൗതികമായ ഫിസിക്സോ കെമിസ്ട്രിയോ അതുപോലെ തന്നെ കൊമേഴ്സോ മറ്റുള്ള വിജ്ഞാന ശാഖകൾ നമ്മൾ പഠിക്കുന്നു. അതിലൂടെയൊക്കെ പഠിക്കുമ്പോൾ അള്ളാഹുവിന്റെ അത്ഭുതത്തെക്കുറിച്ചും സൃഷ്ടിപ്പിന്റെ മഹാത്മ്യത്തെക്കുറിച്ചും ദൈവത്തിന്റെ അസ്തിത്വത്തെക്കുറിച്ചും പടച്ചോന്റെ മഹത്വത്തെ പറ്റിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ബയോളജി പഠിക്കുന്നവന് അത്തരത്തിലുള്ള ശാസ്ത്ര ശാഖയിലൂടെ അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയുന്നു. ഫിസിക്സ് പഠിക്കുന്നവന്, ജോഗ്രഫി പഠിക്കുന്നവന്, വ്യത്യസ്തമായ ഉപശാഖകൾ പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അതിലൂടെയൊക്കെ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ ബോധ്യപ്പെടാനുള്ള എത്രയോ സന്ദർഭങ്ങളിലൂടെ അവൾ കടന്നുപോകും. സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളിലൂടെ കടന്നുപോകും. അള്ളാഹുവിന്റെ മഹത്വത്തെ കൂടുതൽ ബോധ്യപ്പെടും. ഏത് ഇൽമിന്റെ മേഖലയിൽ ഒരാൾ നല്ല നീയത്തോടെ ഇഖ്ലാസോടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് പ്രവേശിച്ചാൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന എന്നാണ്. ഒരാൾ അറിവന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിൽ പ്രവേശിച്ചാൽ അയാൾക്ക് അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് എത്താനുള്ള വഴിയാണ് എളുപ്പമാക്കി കൊടുക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ അറിവന്വേഷിച്ച് പുറപ്പെട്ടു, അതിനുവേണ്ടി പണം മുടക്കി, മക്കളെ വിദ്യാഭ്യാസമുള്ളവരാക്കാൻ വേണ്ടി അധ്വാനിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മലക്കുകൾ അയാൾക്ക് വളരെ സന്തോഷത്തോടു കൂടി പ്രാർത്ഥനകൾ ചൊരിയുമെന്നാണ്. ആകാശഭൂമികളിലുള്ള സകലതും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ്. ആഴത്തിലുള്ള മത്സ്യങ്ങൾ പോലും, സമുദ്രത്തിന്റെ ആഴങ്ങളിലുള്ള മത്സ്യങ്ങൾ പോലും അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്നൊക്കെ ചില റിപ്പോർട്ടുകളിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുന്നുണ്ട്. ആ നിലയ്ക്ക് സത്യമായി മനസ്സിലാക്കാൻ ആവശ്യമായ വിജ്ഞാനം പ്രിയപ്പെട്ടവരെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് കുട്ടികൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു സന്ദർഭമാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും മർമ്മപ്രധാനമായ കാര്യമാണ്. എന്താ പഠിച്ചിട്ട്? അയാൾ പഠിച്ചിട്ടാണോ വലിയ പൈസക്കാരനായത്? ഇയാൾ പഠിച്ചിട്ടാണോ ലോകത്ത് ഭയങ്കര സമ്പന്നനായത്, ഭയങ്കര ഫേമസ് ആയതൊക്കെ പഠിച്ചിട്ടാണോ എന്നൊക്കെ നമ്മളെ മടിപിടിപ്പിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറകോട്ടടിപ്പിക്കാൻ, മുസ്ലിം ഉമ്മത്തിന്റെ ദിശ തെറ്റിക്കാനൊക്കെയുള്ള പലതരത്തിലുള്ള ചർച്ചകളും നിങ്ങൾ പലയിടത്തു നിന്നായി കേൾക്കും. യൂട്യൂബുകളിലും ചില മോട്ടിവേഷൻ സ്പീക്കർമാരും അതുപോലെ തന്നെ അവിചാരിതമായി എങ്ങനെയോ രക്ഷപ്പെട്ട ചിലരുടെയൊക്കെ വർത്തമാനങ്ങൾ പൊതുവായി എടുത്തുകൊണ്ട് പഠിക്കാതിരിക്കുന്നത് ബുദ്ധിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. രക്ഷിതാക്കളും പ്രത്യേകിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. വിശ്രമിച്ച് ഇങ്ങനെ ആസ്വദിച്ച് എപ്പോഴും ഇങ്ങനെ ഒരു അരക്ഷിതാവസ്ഥയിൽ ജീവിക്കുന്ന ഒരു തലമുറയല്ല നമുക്ക് വേണ്ടത്. കഠിനാധ്വാനത്തിലൂടെ കാര്യപ്രാപ്തിയുള്ള സമൂഹത്തിന്റെ മുന്നിൽ നടക്കാൻ കഴിയുന്ന ഒരു തലമുറയാണ് നമ്മൾക്ക് ആവശ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഇൽമ ഇഷ്ടപ്പെടാത്തവനിൽ യാതൊരു നന്മയുമില്ല എന്ന്. എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുക, പഠനത്തിന് വേണ്ടി മെനക്കെടുക, അതിനുവേണ്ടി അധ്വാനിക്കുക എന്നൊക്കെ പറയുന്നത് നന്മയാണ് എന്നും അയാളിലാണ് നന്മയുള്ളത് എന്നും ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം തുടർന്ന് പറയുന്നുണ്ട്, ഒരാൾക്ക് ദുനിയാവ് വേണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അയാൾക്ക് ആവശ്യമായത് എന്താണ്? പഠനമാണ് എന്ന്. ദുനിയാവിൽ അയാൾക്ക് മെച്ചപ്പെടണം, നന്നാകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അയാൾ കൂടുതൽ അന്വേഷിക്കുകയും പഠിക്കുകയുമാണ് ചെയ്യേണ്ടത്. ഒരാൾക്ക് ആഖിറത്താണ് ആവശ്യമെങ്കിൽ, അതാണ് നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നത് എങ്കിൽ അയാൾക്കും വേണ്ടത് എന്താണ്? പഠനമാണ്. ഒരാൾക്ക് ദുനിയാവും ആഖിറവും നന്നാകണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ അയാൾക്കും വളരെ അത്യാവശ്യമായി വേണ്ടത് പഠനമാണ് എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കാര്യങ്ങളെ ഗ്രഹിച്ചും പഠിച്ചുമൊക്കെ മുന്നോട്ട് പോകേണ്ട സന്ദർഭത്തിലാണ് നമ്മൾ ഉള്ളത് എന്ന് മനസ്സിലാക്കുക. പരിശുദ്ധ ഖുർആനിൽ ഒരു വചനമുണ്ട്, വലഖദ് ദറഅനാ ജഹന്നം വലഖദ് ദറഅനാ ലി ജഹന്നമ കതീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും ഒരുപാട് മനുഷ്യന്മാർ അല്ലെങ്കിൽ ഒരുപാട് ജിന്നുകൾ ഈ സമൂഹത്തിൽ നിന്ന് നരകത്തിന്റെ ആഴങ്ങളിലേക്ക് പെട്ടുപോയിട്ടുണ്ട്, നരകാവകാശികളായി തീർന്നിട്ടുണ്ട്. എന്താണ് ഇതിന് കാരണമായി പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്? ലഹും ഖുലൂബുൻ, അവർക്ക് ഹൃദയമില്ലേ? ഉണ്ടായിരുന്നു, പക്ഷേ ലാ യഫ്ഖഹൂന ബിഹാ, അവരൊന്നും ആലോചിച്ചില്ല, ഒന്നും ചിന്തിച്ചില്ല.
ഒന്നും പഠിച്ചില്ല, ഒന്നും മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. ഞാൻ അങ്ങനെ പോയാൽ മതി, എന്റെ വാപ്പുപ്പാപ്പാരൊക്കെ അങ്ങനെ തന്നെ ഇനി പോയത്, ഓലൊക്കെ നരകത്തേക്കാണ്, ഞാനും നരകത്തേക്ക് തന്നെയാണ് എന്ന് പറഞ്ഞ് സമീന വാത്തവന എന്ന് പറഞ്ഞ് തെറ്റുകളിലൂടെ സഞ്ചരിച്ച് ഒന്നും മാറി ചിന്തിക്കാതെ പറയുന്നതും കേൾക്കുന്നതും ഒന്നും സത്യാവസ്ഥ മനസ്സിലാക്കാൻ കഴിയാതെ അങ്ങനെ തന്നെ ജീവിച്ചു പോയ മനുഷ്യരുണ്ടാവും. ഹൃദയമുണ്ട്, ആലോചിക്കാനുള്ള ബുദ്ധി കൊടുത്തു, ഒന്നും ആലോചിച്ചില്ല, ചിന്തിച്ചില്ല. അവർക്ക് നരകമാണ് എന്ന് ഖുർആൻ ഓർമ്മിപ്പിച്ചു. വലഹും അയ്യുനിൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് നല്ല കാഴ്ചക്കള്ള കൊടുത്തിട്ടുണ്ട്, പക്ഷെ കാണേണ്ടതൊന്നും അവർ കണ്ടില്ല എന്നാണ്. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്കല്ല കാത് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഒന്നും കേൾക്കേണ്ടതൊന്നും അവർ കേട്ടില്ല എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ്. ഉലൈക കൽ അൻആം ബൽ ഹും അളൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവർ കാലികളെ പോലെയാണെന്ന്. അവർക്ക് അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവർക്ക് ആ ജന്മവാസന പോലെ പോയാൽ മതി. പക്ഷെ മനുഷ്യർ അങ്ങനെയല്ലല്ലോ. ബൽ ഹും അളൽ, അല്ല അതിനേക്കാൾ മോശമായി ചിലരൊക്കെ. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവർ അശ്രദ്ധരായി പോയി എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സത്യവും അസത്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഹക്കും ബാത്തിലും നമ്മൾ പഠിക്കണ്ടേ, നമ്മളെ കുട്ടികളെ പഠിപ്പിക്കണ്ടേ. എന്താണ് ഹലാലും ഹറാമും നമ്മൾ പഠിക്കണ്ടേ, നമ്മുടെ മക്കളെ പഠിപ്പിക്കണ്ടേ. എന്താണ് തൗഹീദും ശിർക്കും, എന്താണ് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പഠിക്കണ്ടേ, മക്കളെ പഠിപ്പിക്കണ്ടേ. എന്താണ് സുന്നത്ത്, എന്താണ് ബിദ്അത്ത് നമ്മൾ പഠിക്കണ്ടേ, നമ്മുടെ മക്കളെ പഠിപ്പിക്കണ്ടേ. എന്താണ് ഖൈറായ കാര്യങ്ങൾ, എന്താണ് ശർറായ കാര്യങ്ങൾ മക്കളെ പഠിപ്പിക്കണ്ടേ, നമ്മൾ പഠിക്കണ്ടേ. എന്താണ് ബന്ധങ്ങൾ എന്ന് പറയുന്നത്, അതിന്റെ പവിത്രത എന്താണ്, നമ്മുടെ ബാധ്യതകൾ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കടമകൾ എന്ന് പറയുന്നത്, ഇതൊക്കെ ദീന് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ പഠിക്കുകയും നമ്മുടെ മക്കളെ അത് പഠിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പലരും ദുനിയാവിന് വലിയ അമിതമായ പ്രാധാന്യം കൊടുക്കുന്നത് കാണാൻ പറ്റും. ഖുർആനിൽ ഒരു വചനമുണ്ട്, യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തിദ് ദുനിയ വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ എന്ന്. ദുനിയാവിന്റെ കാര്യങ്ങളൊക്കെ, പ്രത്യക്ഷത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർ വലിയ പ്രാധാന്യത്തോടു കൂടി മനസ്സിലാക്കി. പക്ഷേ വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ, മരണശേഷമുള്ള ഒരു ലോകത്തെക്കുറിച്ച്, കാലാകാലവും നിലനിൽക്കുന്ന ഒരു സൗഭാഗ്യത്തെക്കുറിച്ച്, സ്വർഗീയമായ ഒരു ജീവിതത്തെക്കുറിച്ച് ഒന്നും അവർ മനസ്സിലാക്കിയില്ല. അവർ അശ്രദ്ധയിൽ ജീവിച്ചു എന്ന് ഖുർആൻ ചില ആളുകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. എവിടുന്നാ നല്ല ഭക്ഷണം കിട്ടുക, എങ്ങനെ നല്ല വീടുണ്ടാക്കുക, എവിടുന്ന നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റുക, എവിടെ പോയാലും സുഖിക്കാൻ പറ്റുക, എങ്ങനെ ആസ്വദിക്കാൻ പറ്റുക, ഇതൊക്കെ നന്നായി പഠിച്ചു. പക്ഷേ മരണത്തിന് ശേഷം എന്തൊക്കെ ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായ കാര്യങ്ങളുണ്ട് എന്ന് മറന്നുപോകുന്ന മനുഷ്യർ അവർ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എന്താണ് ഇസ്ലാം കാര്യങ്ങൾ, എന്താണ് ഈമാൻ കാര്യങ്ങൾ, എന്താണ് നമ്മുടെ വിധിവിലക്കുകൾ, എന്താണ് പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങളുടെയൊക്കെ യുക്തിപരമായ രഹസ്യങ്ങൾ, അള്ളാഹു നമുക്ക് നൽകിയ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ എന്താണ്, ഭാവിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, നാളെ പരലോകത്തേക്കുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കുക. ആ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ തലമുറക്ക് പകർന്നു കൊടുക്കുക. ആ നിലക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് ദുനിയാവും ആഖിറവും ഒക്കെ നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിയുക. ആ നിലക്ക് നമ്മൾ മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ.